السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സമസ്തയുടെ ചരിത്ര പഠനം, സമസ്ത എന്തിന് എന്നാണ് നമ്മളെ വിഷയം. എന്തിനാണ് സമസ്ത എന്നും എന്താണ് എന്നും നാം കുറേ ഭാഗങ്ങളൊക്കെ നാം പ്രതിപാദിച്ചു. അപ്പോൾ ഒരു സ്നേഹിതൻ്റെ സംശയം, അതിന് വഹാബികളെ ലെറ്റർ ഹെഡും ഇങ്ങനെ നമ്മളെ ക്ലാസ് റൂമിൽ ഇട്ടുകൊണ്ടാണ് സംശയം ചോദിക്കുന്നത്. 1924 വഹാബികളാണ് ഇത് രൂപീകരിച്ചത്, എന്നിട്ട് സുന്നി പണ്ഡിതന്മാർ ഇന്ന് 2-3 നാൾ ഇറങ്ങിപ്പോന്നതാണ്, അപ്പോൾ ആധികാരികത അവർക്കാണ് എന്ന് ഈ ലെറ്റർ ഹെഡ് വെച്ച് സമർത്ഥിക്കുകയാണ് വഹാബികൾ എന്നാണ് ഈ സ്നേഹിതൻ പറയുന്നത്. അത് ഈ ക്ലാസിൻ്റെ ആദ്യത്തെ ചില പാർട്ടുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഒന്നുകൂടി ആധികാരികമായി പറയട്ടെ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ തന്നെയാണ് ആദ്യം നമ്മുടെ നാട്ടിൽ സംഘടനയുണ്ടാക്കിയത്. അതുണ്ടാക്കാനുള്ള കാരണം ഈ ഐക്യസംഘം എന്ന പേരിൽ ഒരു ദുർഭൂതം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ ഐക്യസംഘത്തിലുണ്ടായിരുന്നതൊക്കെ ജാഹിലീങ്ങളാണ്, അതിലാരും ആലിമീങ്ങളൊന്നും കൂടിയിട്ടില്ല. ആലിമീങ്ങളാകുന്ന ഈ വഹാബികളെ, ഈ കെ.എം. മൗലവിയും സീതി വക്കീൽ പോലെയുള്ള ആളുകളൊക്കെ പിന്നിൽ നിന്ന്, അണിയറയ്ക്ക് പിന്നിൽ നിന്ന് വഞ്ചനാപരമായ നിലയിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്തു. രംഗത്ത് അവരില്ല. അത് സീതി വക്കീലും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി കണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ MCC മൗലവിയോ അല്ലെങ്കിൽ കെ.എം. മൗലവിയോ അതുപോലുള്ള മൗലവിമാരൊന്നും അതിൽ രംഗത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുടെ ഉണ്ടായപ്പോഴാണ് ആലിമീങ്ങൾ കോഴിക്കോട് ഒരുമിച്ച് കൂടുന്നത്. ആ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ വഹാബികളായ മൗലവിമാരുണ്ടായിരുന്നു. കാരണം അവർ വഹാബികളായിട്ട് അന്ന് രംഗത്ത് വന്നിട്ടില്ല. രംഗത്ത് വരാത്തത് കൊണ്ട് അഥവാ എങ്ങനെ അവരാരും കൈ ഇന്ന് വഹാബികൾ കെട്ടുന്നത് പോലെയല്ല അവർ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടുന്നത്. വഹാബികളുടെ ലക്ഷണം അതൊക്കെയാണല്ലോ. സുബഹിക്ക് അവർ ഖുനൂത്ത് ഓതാതെ ഇരുന്നിട്ടില്ല. അവർ 2 ബാങ്ക് ഓരോ ജുമാക്കും വിളിക്കാതിരുന്നിട്ടില്ല. പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഒരു വാക്ക് അവർ പറഞ്ഞിട്ടേ ഇല്ല. ഈ കെ.എം. മൗലവിയും MCC മൗലവിയും ഒക്കെ ഈ ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയ കൊല്ലത്തിൽ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിച്ചത് 20 റക്അത്ത്. അതിനുശേഷം അവർ 11 ഒക്കെ വിത്ർ നിസ്കരിച്ചിരുന്നു. 3 അല്ല, അന്നത്തെ കാലത്ത് 11 തന്നെ അവരൊക്കെ നിസ്കരിച്ചിരുന്നു ആലിമീങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ ഇവർ നിസ്കരിച്ചിരുന്നു. അങ്ങനെ എല്ലാ നിലക്കും സുന്നികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ. പിന്നെ റബീഉൽ അവ്വൽ വന്നാൽ മൗലിദ് ഓതുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമൊന്നുണ്ടായിട്ടില്ല. മൗലിദിനെ അവർ എതിർത്തിട്ടില്ല. അതുപോലെ മമ്പറത്ത് സിയാറത്ത് ചെയ്യുന്നതിനെ എതിർപ്പില്ല. അങ്ങനെ സുന്നികളുടെ ഒരാചാരത്തെയും ഈ മൗലവിമാരൊന്നും അന്ന് എതിർക്കാത്തത് കൊണ്ട് സ്വാത്വികരായിരിക്കുന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കി ഇവരൊക്കെ സുന്നികളാണ്. അങ്ങനെ അവരെയും ആ യോഗത്തിന് വിളിച്ചിരുന്നു. അത് ശരിയാണ്. ഇവർ 2-3 ആൾക്കാരതിലുണ്ടായിരുന്നു, ബാക്കിയൊക്കെ സുന്നികളുമാണ്. അങ്ങനെ യോഗം ചേർന്നു. ഇങ്ങനെ ഒരു വിപത്ത് നമ്മളെ നാട്ടിലുണ്ട്, നമുക്കതിനെതിരെ പ്രതികരിക്കണം, ജനങ്ങളെ ബോധവാന്മാരാക്കണം. അന്നുള്ള മാർഗം തുലോം ജുമാഅത്ത് പള്ളി തന്നെ കുറവായിരുന്നു. ഇന്നിപ്പോൾ 1 കിലോമീറ്ററിനുള്ളിൽ ചിലപ്പോൾ 2-3 ജുമാഅത്ത് പള്ളികളുണ്ട്. അന്ന് 4-5 കിലോമീറ്ററുകൾ പോയാൽ തന്നെ ഒരു ജുമാഅത്ത് പള്ളിയില്ല. എത്രത്തോളം മലപ്പുറത്ത് നിന്ന് തിരൂരങ്ങാടിക്ക് ജുമാഅക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മലപ്പുറം എന്നതിന് പേര് വരാൻ തന്നെ ചരിത്രകാരന്മാർ പറയുന്നൊരു കാരണം, മഹാനായ മമ്പുറത്ത് തങ്ങളുടെ കാലത്ത് തന്നെ തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ ജുമുഅ ഉണ്ട്. ആ ജുമുഅക്ക് മലപ്പുറത്ത് നിന്ന് ആളുകൾ രാവിലെ പുറപ്പെടണം. എന്നിട്ട് ഊരകം മല കയറിയിട്ട് വേണം അപ്പുറത്തേക്ക്. ഇന്നത്തതുപോലെ റോഡ് സംവിധാനങ്ങളൊന്നും വന്നില്ല. എന്നിട്ട് വേണം അവർക്ക് അവിടെ എത്താൻ. മലപ്പുറത്ത് കുറേ മുസ്ലിമീങ്ങളുള്ള സ്ഥലമാണ് അന്ന് തന്നെ. അപ്പോൾ
ഒരു പ്രാവശ്യം ഇങ്ങനെ കാലാവസ്ഥ മോശമോ മറ്റോ ഒക്കെ ആയപ്പോൾ കുറച്ച് ആളുകൾ ജുമാക്ക് വരാൻ താമസിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മമ്പറത്ത് തങ്ങളവർ പറഞ്ഞതാണ്, മലപ്പുറത്തുള്ളവർ, അതായത് മലയുടെ അപ്പുറത്തുള്ളവർ അവരും കൂടി വരട്ടെ, ഒരല്പസമയം നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയാണ് മലപ്പുറം എന്നുള്ള പേര് വന്നത് എന്ന് തന്നെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ജുമാഅത്ത് പള്ളി തന്നെ വളരെ കുറവായ കാലത്ത് ഈ ജുമാഅത്ത് പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് മുസ്ലിമീങ്ങളെ ഉത്ബോധനം നടത്തിയിരുന്നത്. ഇന്നത്തതുപോലെ ക്യാമ്പയിനോ അല്ലെങ്കിൽ വഹാബികൾ നടത്തുന്ന സാൽവേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികളോ ഒന്നും അന്നില്ല. അന്നുണ്ടായിരുന്നത് ആലിമീങ്ങളോട് പറയും, ഒരു യോഗം ചേർന്നിട്ട് ഒരു ടെലിഫോൺ ചെയ്തറിയിക്കാനുള്ള സംവിധാനം കൂടി അന്നില്ല. വേണ്ടി വന്നാൽ അറബി മലയാളത്തിൽ കത്തെഴുതി അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, എത്തിക്കുക എന്നല്ലാതെ മറ്റൊരു സംവിധാനവും ഇല്ലാത്ത അക്കാലത്ത് ഈ ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി ഈ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അതിൽ പൊതുജനങ്ങളെ അറിയിക്കൽ ഈ ജുമുഅത്ത് പള്ളി മുഖേനയാണ്. അങ്ങനെ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം അവിടെയുള്ള ഖതീബ് അല്ലെങ്കിൽ ആ നാട്ടിൽ ഖാദിയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജുമുഅയ്ക്ക് ശേഷം ജനങ്ങളോട് പറയും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു വിപത്തുണ്ട്, ഇന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആലിമീങ്ങൾ ഇന്നത് തീരുമാനിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ അറിയിക്കുന്നു എന്നൊരു സംവിധാനം മാത്രമേ അന്നുള്ളൂ. അങ്ങനെ ആലിമീങ്ങൾ യോഗം ചേർന്ന് ഒരു കമ്മിറ്റി എടുത്ത്, അതിന് പ്രസിഡന്റ് എടുത്ത്, സെക്രട്ടറി എടുത്ത്, അങ്ങനെ അവർ പിരിഞ്ഞു. ഒരു പുസ്തകത്തിൽ പേരുമൊക്കെ എഴുതി വെച്ച്. പക്ഷേ ഈ വഹാബി വഞ്ചകരായിരിക്കുന്ന ഈ വഹാബി പരിശകൾ അല്ലേ, വഞ്ചനയിൽ നിന്നാണല്ലോ അവരുടെ തുടക്കം തന്നെ. റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ അവർ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവർത്തനവും വഞ്ചനയാണ്. അവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സീതി വക്കീലിനെയും മറ്റുള്ളവരെയൊക്കെ കൂട്ടി ഇങ്ങനെ യോഗം ചേർന്ന തീയതി അവർ എഴുതി വെക്കുകയും ഈ ആലിമീങ്ങളെ പേരൊക്കെ അവരുടെ കടലാസിൽ എഴുതിയെടുക്കുകയും ചെയ്തിട്ട് മറ്റുള്ള ആലിമീങ്ങൾ അറിയാതെ ഈ 2-3-4 ആളുകൾ ഇത് കൊണ്ടുപോയി അന്നത്തെ എല്ലാ രജിസ്റ്റർ ഓഫീസിൽ, അല്ലെങ്കിൽ അന്നത്തെ ഒരു കേന്ദ്രമുണ്ടാവും. കാരണം ഇന്നത്തെ പോലെ ജില്ലയും കാര്യങ്ങളും ഒന്നും വന്ന് വരാത്ത ഒരു സന്ദർഭമാണെന്ന്. അപ്പം മലബാറിന് മാത്രം അന്ന് ഒരു രജിസ്റ്റർ കേന്ദ്രമായിരിക്കും ഉണ്ടാവുക. അത് കോഴിക്കോടായിരുന്നു. അവിടെ കൊണ്ടുപോയി കള്ളത്തരത്തിൽ ഇവരിത് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഇവർ മുണ്ടിയില്ല. യോഗം എങ്ങനെ ചേരും, ഓരും പോയി കൂടും മുനാഫിഖീങ്ങളായിട്ട്. എന്നിട്ട് ഈ ചർച്ചകളൊക്കെ ഓരും കേൾക്കും. എന്നിട്ട് അതിൽ നിന്ന് അവർ ചോർത്തിയെടുത്ത് രഹസ്യമായി സീതി വക്കീൽ പോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് അവർ അതിന് മറുമരുന്ന് നിലക്ക് അവർ പ്രവർത്തിക്കും. ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ വഹാബികൾ അവർ തന്ത്രപരമായി ഉള്ളുകൂടി വെഞ്ചതലിൻ്റെ പണിയെടുക്കുകയായിരുന്നു. പുറത്ത് പോലും നല്ല തലീക്കെട്ട് കെട്ടിയ കെ എം മൗലവിൻ്റെ ഒക്കെ പഴയ ഫോട്ടം കണ്ടാലറിയാം. വലിയ തലീക്കെട്ട് കെട്ടിയ മൂലന്മാരാണ് അതൊക്കെ. ഇന്നത്തെ നമ്മൾ ആലിമീങ്ങൾ കെട്ടുന്നതിനേക്കാൾ ഉഷാറായ തലീക്കെട്ട് കെട്ടിയവരായിരുന്നു. അവർ കണ്ടാൽ ഒരു നിലക്കും തിരിയില്ല. പക്ഷെ അവരുടെ ഉള്ള് നിഫാഖത്തരമായിരുന്നു. അങ്ങനെ അതിങ്ങനെ തുടർന്ന് പോന്നു. 24 കഴിഞ്ഞു, 25 കഴിഞ്ഞു, 26 ആയപ്പോൾ ഈ മൗലന്മാരൊക്കെ, ഈ വഹാബി മൗലന്മാരടക്കം കൂടിയങ്ങാണ്ട് നമ്മളിപ്പോൾ 2 കൊല്ലായിലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു വാർഷിക യോഗം ഇതിന് നടത്താം. അപ്പോഴൊന്നും ഈ വഞ്ചകന്മാരുടെ യോഗത്തിൽ പറഞ്ഞില്ല, നിങ്ങളിങ്ങനെ കൂടണ്ട, നിങ്ങളിങ്ങനെ യോഗം നടത്തണ്ട, ഞങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ ഉണ്ടായിക്കോളിന്നൊന്നും ഓര് പറഞ്ഞിട്ടില്ല. ഓരോ അതിനൊക്കെ ഇങ്ങനെ ഓന്ത് തലകാട്ടണ മാതിരി അവിടെ ഇങ്ങനെ തലയാട്ടിയും കൊണ്ട് നിന്ന് നമ്മൾ സമ്മേളനം തീരുമാനിച്ചു. അന്നത്തെ രൂപത്തിലുള്ള ഒരു പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി കോഴിക്കോട് ഫറോക്കിൽ വെച്ചിട്ടായിരുന്നു സമ്മേളനം ഉണ്ടായിരുന്നത്. ആ സമ്മേളനം തുടങ്ങാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഈ വഹാബി പരിശകളുടെ വഞ്ചന പുറത്തറിയുകയാണ്. എന്താണ്? ഒരു കോടതിയിൽ ഒരു നോട്ടീസ് കൊടുത്തു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ വാർഷിക സമ്മേളനം ഒരു കുറച്ചാൾ നടത്തുന്നുണ്ട്, അത് ഞങ്ങൾ അറിയില്ല, അതുകൊണ്ട് നടത്താൻ പാടില്ല. കേരള ജംഇയ്യത്തുൽ ഉലമാ വാർഷിക സമ്മേളനം വെച്ചിരുന്നത്, അത് നടത്താൻ പാടില്ല എന്ന് പോലും പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ കൊണ്ടുവന്നില്ലേ. അപ്പോൾ ഈ കേസും കാര്യമൊന്നും ഇപ്പോൾ 89-ലല്ല, പണ്ടേ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മീറാം മുസ്ലിയാരുടെ പേരിലോ അല്ലെങ്കിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പേരിലോ അല്ല, ഓലാരെയും കോടതി കയറ്റാനും അല്ല ഓര് കൊടുത്തതും. ഇതിങ്ങനെ നടത്താൻ പാടില്ല. അപ്പം മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ അന്നത്തെ 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ അർഹതയുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് കോയശാരിയാറ്റി മഹാനവറുകളുടെ അടുക്കൽ ചെന്ന് ഈ സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ കുറച്ച് മൂലന്മാർ ചെയ്തിട്ടുണ്ട്,
അവരിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളെ സമ്മേളനം നമുക്ക് നടത്തും വേണം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ ഒരു ആരിഫ്, ഒരു വലിയും കൂടിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ അല്പം ചിന്തിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. കേരള ജംഇയ്യത്തുൽ ഉലമയല്ലേ അവർ രജിസ്റ്റർ ചെയ്തത്, നമുക്ക് നമ്മുടെ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാക്കാം. അല്ലേ? ഒരൊറ്റ വ്യക്തിൻ്റെ തീരുമാനമാണത്. യോഗം കൂടി തീരുമാനിച്ച് പേരിട്ടതല്ല. യോഗം കൂടി തീരുമാനിച്ച് പേരിട്ടത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നായിരുന്നു. അതാണ് ഇവർ കട്ടുകൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തത്. അല്ല എന്ന് തെളിയിക്കാൻ ഒരു വഹാബിക്കും സാധ്യമല്ല. കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇവർ തുലം 4-5 ആളുകളാണെന്നുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ അന്ന് കൂടിയ ആലിമീങ്ങളിൽ എല്ലാവരും സുന്നി പണ്ഡിതന്മാരായിരുന്നു. പക്ഷേ ഈ ഒരു ചതി അവരിൽ നിന്ന് സുന്നി പണ്ഡിതന്മാർ പ്രതീക്ഷിച്ചതല്ല. അവർ ഉള്ളുകൂടെ പോയി കള്ളത്തരത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തു. എന്നിട്ടൊരു കൊല്ലം പൂർത്തിയായപ്പോൾ അതിന് റിപ്പോർട്ട് അവിടെ കൊടുത്തു. 2ാമത് കൊല്ലം പൂർത്തിയായപ്പോൾ പിന്നെ റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ആൾക്ക് ഇവർ വഹാബിയാണോ സുന്നിയാണോ എന്നുള്ള നോട്ടം എന്നുള്ള റെക്കോർഡ് വരുന്നുണ്ടോ? റെക്കോർഡ് വന്നു. അവരത് അംഗീകരിച്ചു. അപ്പോൾ ഇനി അതിനൊരു കേസിനോ ഗുലുമാലിനോ പോയിട്ടൊരു കാര്യമല്ല, അല്ലേ? കേസിന് പോയിട്ട് ഒരു കാര്യമല്ല ഉണ്ട്. കാരണം ഇപ്പോഴും സമസ്തൻ്റെ കേസ് നടക്കുന്നുണ്ടല്ലോ, അല്ലേ? സമസ്തൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് 926 കേസ് കൊടുത്തിരുന്നെങ്കിൽ ആ കേസ് ചിലപ്പോൾ ഇപ്പോഴും തീർന്നിട്ടുണ്ടാവില്ല, 90 കൊല്ലമായാലും. അപ്പോൾ കേസിന് പോയി നമ്മളെ പ്രവർത്തനം നിശ്ചലമാക്കുന്നതിന് പകരം നാം നമ്മുടെ സംഘടനയ്ക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പേര് കൊടുക്കാം. അതിന് വിരോധമല്ലല്ലോ. കാരണം കേരള ജംഇയ്യത്തുൽ ഉലമയല്ലേ അവരത്. അതിൻ്റെ കൂടെ നമ്മൾ സമസ്ത എന്ന് കൂട്ടിക്കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പോസ്റ്ററും അടിച്ചു. എന്നിട്ട് അതും കൂടി കൊടുത്തു, ഞങ്ങൾ നടത്തുന്ന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേതാണ്. അപ്പോൾ അത്യാവശ്യം പോസ്റ്ററൊക്കെ എല്ലാ ഭാഗത്തുനിന്നും ഒട്ടിച്ചിട്ടില്ല. തൃശ്ശൂരും പാലക്കാടും ഒന്നും ഇതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. കണ്ണൂരും കാസർഗോഡും ഒട്ടിച്ചിട്ടില്ല. കാരണം അതിനുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ല. ഈ വിവരം ഇങ്ങനെ ഈ പള്ളികൾ മുഖേന ജനങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. ഒരു ചെറിയ രൂപത്തിലുള്ള സമ്മേളനവുമാണ്. പക്ഷേ ഫറൂഖ് ഭാഗങ്ങളിലൊക്കെ സമസ്ത എന്ന് മാത്രം കുറച്ച് അച്ചടിപ്പിച്ചിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമ വാർഷിക സമ്മേളനം എന്നുള്ള ആ പോസ്റ്ററിൻ്റെ കൂടെ കൊണ്ടുപോയി സമസ്ത എന്നുകൂടി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇനി കോടതി നിരീക്ഷിച്ചാലും നമുക്കതിന് കേസ് വരാതിരിക്കാൻ വേണ്ടി കോടതിയിൽ ഈ അഫിഡവിറ്റും കൊടുത്തു. ഞങ്ങൾ നടത്തുന്ന സമ്മേളനം കേരള ജംഇയ്യത്തുൽ ഉലമയുടേതല്ല, ഞങ്ങൾ നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേതാണ്. അല്ലെ? അവർ കോടതിയിൽ കൊടുത്ത എന്താണ്? കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് ഒരു സംഘടന ഞങ്ങൾ രജിസ്റ്റർ ചെയ്താണ്, ഞങ്ങളുടെ പേരിലുള്ള സംഘടനയുടെ വാർഷികം അവർ നടത്തുന്നു എന്ന് പറഞ്ഞ, അല്ലേ? അപ്പോൾ നമ്മളതിന് മറുപടി കൊടുത്തു, ഞങ്ങൾ നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനമാണ്. അങ്ങനെ ആ സമ്മേളനം കഴിഞ്ഞു. എന്നതിന് ശേഷം ആലിമീങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുപോയി കേരള ജംഇയ്യത്തുൽ ഉലമ അവർ രജിസ്റ്റർ ചെയ്തു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മളും രജിസ്റ്റർ ചെയ്തു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി ഈ സ്നേഹിതനെ ആവശ്യമാണെങ്കിൽ മഹാനായ മർഹൂം MA ഉസ്താദ് നൂറുൽ ഉലമ MA ഉസ്താദ് എഴുതിയ ആധികാരിക ഗ്രന്ഥമുണ്ട്. അത് നമ്മളുടെ SYSൻ്റെ ഓഫീസ് ബുക്ക് ഷോപ്പുകളിലൊക്കെ അത് കിട്ടും. കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന SYSൻ്റെ ബുക്ക് സ്റ്റാളിൽ പോയാൽ MA ഉസ്താദ് എഴുതിയ ഈ ഗ്രന്ഥം, അത് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ട്. ഞാനിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആലിമീങ്ങളോടൊപ്പം ഒരു നിഴൽ പോലെ നടന്ന് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത് പലവരും ആവർത്തിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പുസ്തകവും നോക്കിയിട്ടല്ല, ഒരു റെക്കോർഡ് നോക്കിയിട്ടല്ല. പക്ഷേ ഇതല്ല എന്ന് തെളിയിക്കാൻ ഒരു ക്ഷുദ്രജീവികൾക്കും സാധിക്കുകയുമില്ല. കാരണം നമ്മളുള്ളത് ഉള്ളതുപോലെ ഇതിൻ്റെ യാഥാർത്ഥ്യം വിവരിക്കുകയാണ്. അപ്പോൾ രൂപീകരിച്ചത് കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. അതിലെല്ലാ ആലിമീങ്ങളും ഉണ്ടായിരുന്നു, മുനാഫിഖീങ്ങളാകുന്ന ഈ വഹാബികളും ഉണ്ടായിരുന്നു. അവർ കള്ളത്തരത്തിൽ അത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്കത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. കാരണം ഇത് ഇങ്ങനെ നിങ്ങൾ കള്ള രജിസ്റ്റർ ചെയ്തില്ലേ, അതുകൊണ്ട് എന്താ നിങ്ങൾ ചെയ്തത്, എങ്ങനെ നിങ്ങൾ ചെയ്യുക? അതിനൊന്നും ഒരു യോഗം വിളിച്ചിട്ടില്ല. യോഗം വിളിക്കേണ്ട ആവശ്യം പിന്നെ ഉണ്ടായിട്ടില്ല.
കാരണം ഇവരെ ഒഴിവാക്കി കണ്ടാണ് പിന്നെ യോഗം വിളിച്ചത്. ഇവർ പറയുന്നത് എന്താണ്? ഇവർ മൂന്നാളോ ഇന്ന് ഇറങ്ങിപ്പോയി എന്നല്ല പറയുന്നത്. ഏത് തീയതിയിൽ എവിടെ വെച്ച് ചേർന്ന് യോഗത്തിൽ ഇറങ്ങി വന്നു എന്ന് ഇന്നത്തെ വഹാബി പരീക്ഷകൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇവർ പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളവர்களுം ബഹുമാനപ്പെട്ട ഖമർ ഉലമ അടക്കമുള്ള 11 ആളുകൾ 989 ഇപ്പോഴുള്ള ഈ സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോന്ന് പിന്നെ നമ്മൾ പുനഃസംഘടിപ്പിച്ചു എന്ന് നമ്മൾ പറയുന്നു. അതിനെ എതിർക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. ചിലപ്പോൾ ഇറങ്ങിപ്പോന്നു എന്ന് പറയും, ചിലപ്പോൾ പുറത്താക്കി എന്ന് പറയും. എന്തായിരുന്നാലും ഇറങ്ങിപ്പോന്നു എന്ന് ഒരിക്കലെങ്കിലും പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോന്നതാണ്. അതിലൊരു തീയതിയുണ്ട്. 959 മാർച്ച് 16 തീയതി ചേർന്ന സമസ്തയുടെ ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ ഇറങ്ങിപ്പോന്നു നമുക്കൊരു തീയതിയുണ്ട്. അതുപോലെ കേരള ജമിയത്തുൽ ഉലമയുടെ യോഗം പിന്നെ വിളിച്ചു. വിളിച്ചതിൽ നിന്ന് ഇവർ 3 ആളുകൾ ഇറങ്ങിപ്പോന്നു എന്ന് പറയാൻ ഏത് തീയതിക്ക് യോഗം വിളിച്ചു, എവിടെ വിളിച്ചു, ആരിറങ്ങിപ്പോന്നു അവർക്ക് തെളിയിക്കാൻ. കാരണം ഇവർ ഈ കോടതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഞങ്ങളതാണെന്ന് പറഞ്ഞപ്പോൾ ഇനി ആ കേരള ജമിയത്തുൽ ഉലമയുടെ യോഗം നമ്മൾ വിളിക്കേണ്ട ആവശ്യമല്ല. നമ്മളിങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പേര് വെച്ച് കോടതിയിൽ റിപ്പോർട്ടും കൊടുത്തു. വാർഷികം കഴിഞ്ഞതിന് ശേഷം ഈ ജമിയത്തുൽ ഉലമ അഥവാ സുന്നത്ത് ജമാഅത്തിനോട് കൂറ് പുലർത്തുന്ന ആലിമീങ്ങളെ മാത്രം വിളിച്ചു. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രാർ ഓഫീസിൽ പോയി പരിശോധിച്ചു. എന്താ പരിശോധനയിൽ കിട്ടിയത്? ഈ KM മൗലവി അതുപോലെ MCC മൗലവി തുടങ്ങിയ അന്നത്തെ വഹാബികളുടെ നേതാക്കളെ പേരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഓലെ നമ്മൾ വിളിക്കണോ? അതുകൊണ്ട് ആ ലിസ്റ്റ് വെച്ച് അവരല്ലാത്ത ആലിമീങ്ങളെ വിളിച്ച് ചേർത്ത് നാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് അതിന് നാമകരണം ആധികാരികമായി ചെയ്യുകയും അതിന് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത് ഇന്ന് വരെ അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടൊരു വഹാബികൾക്കും അത് നിരാകരിക്കാൻ സാധ്യമല്ല. ഓലെപ്പോലെ പുളിക്കലുള്ള ഒരു മദീനത്തുൽ ഉലൂം കോളേജിൻ്റെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ പേഡിൽ ആദ്യം എങ്ങനെയായിരുന്നു, പിന്നെ 44 അതൊക്കെ ഈ കള്ളത്തരം പറയുമ്പോഴാണുള്ള തെറ്റൽ. 942 കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വന്നത്. അതൊന്നും ഓരിങ്ങനെ ഒരു കൊട്ടക്കണക്ക് വെച്ച് എന്തെങ്കിലും പറയാനേ ഉള്ളൂ. അത് നമുക്ക് വിഷയം അല്ല. അതുകൊണ്ട് MA ഉസ്താദിൻ്റെ പുസ്തകം വാങ്ങി വായിച്ചാൽ ആധികാരികമായി ഈ വിവരം അറിയും എന്ന് ആ സ്നേഹിതനെയും അതുപോലെ സംശയമുള്ള എല്ലാവരെയും അറിയിക്കുന്നു. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. കളവും വഞ്ചനയും അത് കൈമുതലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷികളാണല്ലോ വഹാബികൾ. എല്ലാവരും വഹാബികൾ എന്ന് പറയുന്നത് അവരിങ്ങനെ ഈ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതുകൊണ്ട് അത് പറയുന്നതാണ്. വഹാബികളും എല്ലാ മുത്തദയ്യങ്ങളും പുത്തൻവാദികൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ നമ്മളിപ്പോൾ അടുത്ത് ഈ ആമാശയ മുന്നേറ്റം നടത്തുന്ന ഒരു ചങ്ങാതിയുണ്ട്. ഓനടക്കം എന്താണ് കളവ് പ്രചരിപ്പിക്കുക. സുന്നത്ത് ജമാഅത്തിൽ നിന്നാണ് പോയാൽ പിന്നെ ഓൾക്ക് എന്തും പറയാനാണ് ഇല്ലേ. അതിനാരെയെങ്കിലും സംസാരിച്ച വാക്കുകളുടെ 2 ഭാഗവും മുറിച്ച് മാറ്റിക്കൊണ്ട് ചിലപ്പോൾ അപ്പുറം ഇപ്പുറവും മുറിക്കും, ചിലപ്പോൾ ഒരു ഭാഗം മുറിക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവരത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കൂട്ടിച്ചേർക്കും. അങ്ങനെ കൂട്ടിച്ചേർത്ത് പടച്ചുണ്ടാക്കി എന്നിട്ട് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ ഇതാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ക്ലിപ്പ് എന്ന പേരിൽ അവരിങ്ങനെ പ്രദർശിപ്പിച്ച് എന്നിട്ട് ഹഹഹ എന്ന് ഓരും ചിരിച്ച് മറ്റുള്ളവരെ കൊണ്ടും ചിരിപ്പിച്ച് അബൂജാഹിലിന്റെ ചിരി, എന്നിട്ട് കളവും വഞ്ചനയും പ്രചരിപ്പിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ഇന്നുള്ളതല്ല, അന്നത്തെ റസൂലുള്ളാഹിയുടെ കാലം മുതൽക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ, ദീനിന്റെ വിരോധികളുടെ പതിവാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഇവരുടെ ഈ പ്രചരണത്തിനൊന്നും ഒരു നിലയും വിലയും ആരും കൊടുക്കൂല. അത് മനസ്സിലാക്കണേനാദ്യം ഇത് വഹാബികളാണ് പറയുന്നത്. വഹാബികൾ പറയുമ്പോൾ അതിലെന്തായിരുന്നാലും ഒരു തകരാറുണ്ടാവും. ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ് പറയുന്നത് അല്ലേ, ഇത് ഖാദിയാനികളാ പറയുന്നത്, ഇത് കള്ളത്തരീക്കത്തുകാരാ പറയുന്നത്, ഇത് ആമാശയ മുന്നേറ്റക്കാരനാണ് പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പ്രസക്തി ഉണ്ടാവുകയില്ല. ഇപ്പോൾ എൻ്റെ നാട്ടിൻ്റെ അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരുടെ പരിപാടി. ആ പരിപാടിക്ക് ഇങ്ങനെ ആളുകളൊക്കെ കൂടുന്ന കണ്ടപ്പോൾ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അവർ മറ്റൊരു കക്ഷിയെ
കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അഥവാ അവരെ അപഹസിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കി നമുക്കിപ്പോൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, രാഷ്ട്ര നിർമ്മാണത്തിനും രാഷ്ട്ര പുരോഗതിക്കും വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ കക്ഷി ഒരു പരിപാടി വെച്ചിട്ട് ആ നാട്ടിലുള്ള ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു എങ്കിൽ നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇതവരുടെ അനൗൺസ് തന്നെ എന്താണ്? അവർ ഉദ്ദേശിക്കുന്ന മറുകക്ഷിയെ ഈ അനൗൺസ് വാഹനത്തിൽ നിന്നും എത്രത്തോളം ഇകഴ്ത്താൻ കഴിയുമോ അങ്ങനെ ഇകഴ്ത്തിക്കൊണ്ട് അതിൻ്റെ വിശദീകരണം ഇവിടെ വെച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ അനൗൺസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ, ഇവർ ചെയ്യുന്നത് വെറും അനാവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. പാർട്ടിപരമായി ഓരോ ചില ആളുകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലേ അള്ളാഹു അലം, പക്ഷെ പൊതുജനങ്ങൾക്ക് അതിൽ കാര്യമില്ലല്ലോ. എന്താണ് ഞാനങ്ങനെ മനസ്സിലാക്കാൻ കാരണം? ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ തനിനിറം നമുക്ക് മനസ്സിലായതുകൊണ്ട്. അതുപോലെ വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ വഞ്ചകന്മാരാണ്. ഈ വഹാബികളുടെ അന്നത്തെ നേതാക്കളായിരുന്നു ഉഹദ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മടങ്ങിപ്പോന്ന 300 ആളുകൾ. റസൂലുള്ളാഹിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ശഹാദത്ത് കലിമത്ത് ചൊല്ലി സ്വഹബത്ത് എന്നുള്ള വലിയ പദവി ലഭിച്ച്, അല്ലേ? സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെക്കാൾ വലിയധികം ബഹുമാനമുള്ളവരാണല്ലോ. അങ്ങനത്തെ പദവി ലഭിച്ച 300 ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ള നിഫാഖ് തരം കാരണം മദീനയിൽ നിന്നും കുറഞ്ഞ കിലോമീറ്ററുകളാണ് ഉഹദിലേക്കുള്ളത്. തബൂക്കിലേക്കോ മൊത്തത്തിലേക്കോ ഒന്നും പോയ മാസങ്ങളോളം നടക്കേണ്ട ദൂരമൊന്നും ഉഹദിലേക്കില്ല. മണിക്കൂറുകളെ കൊണ്ട് അവിടെ എത്തിച്ചേരും. അല്ലെ, മദീനത്ത് പോയ ആളുകൾക്കൊക്കെ അറിയാലോ. വഹാബികൾ ചിലപ്പോൾ ഉഹദിൽ പോയിട്ടുണ്ടാവില്ല. സുന്നികളൊക്കെ പോയാൽ ഉഹദിലും ഖന്തക്കിലും മസ്ജിദുൽ ഖിബ്ലത്തൈനിലും മസ്ജിദുൽ ഖുബൈലും ഒക്കെ പോകുമല്ലോ സിയാറത്തിന്. അപ്പോൾ എത്ര സമയം വേണം അവിടെ എത്താനെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം നാം സാധാരണ 10 റിയാൽ കൊടുത്താൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആകെ 10 റിയാൽ കൊടുത്താൽ ഉഹദ്, ഖന്തഖ്, മസ്ജിദുൽ ഖിബ്ലത്തൈനി, മസ്ജിദുൽ ഖുബ ഇത്രയും സ്ഥലത്തേക്ക് പോയി വരാൻ ടാക്സി ചാർജ് 10 റിയാലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ദൂരപരിധി നമുക്ക് മൊത്തം മനസ്സിലാക്കാം. എന്നാൽ മദീനയിൽ നിന്നും കുറഞ്ഞ സമയം കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേയും ഉഹദിലേക്കുള്ളൂ. ആ ഉഹദിലെത്തുന്നതിൻ്റെ മുമ്പ് 300 ആളുകൾ മടങ്ങിയതാരാണ്? ഈ കെ മൗലവിയുടെയും MCC മൗലവിയുടെയും സീതി വക്കീലിൻ്റെയും ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏതൊക്കെ മടവൂരോ കിടവൂരോ അല്ലെങ്കിൽ ചിന്നോ ശൈത്താനോ ഏത് വിഭാഗത്തിൽപ്പെട്ട വഹാബികളുണ്ടോ അവരുടെ അന്നത്തെ നേതാക്കളാണ് ഈ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അവരന്ന് തന്നെ ഇസ്ലാമിനെതിരെ വഞ്ചന തുടങ്ങിയിട്ടുണ്ട്. ആ വഞ്ചനയുടെ ഭാഗമായിരുന്നു കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായൊരു സംഘടന. ഇവിടെ ആലിമീങ്ങൾ ജനങ്ങളെ നല്ല നിലക്ക് വഴി നടത്താൻ വേണ്ടി അവരത് രൂപീകരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിനെ നാശാക്കാൻ വേണ്ടി ആലിമീങ്ങളുടെ പ്രാതിനിധ്യം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് ഞങ്ങളത് കള്ളർ രജിസ്റ്റർ ചെയ്യുന്നു എന്ന നീയത്തോടുകൂടി ഈ ആലിമീങ്ങളെ ഒന്നും അറിയിക്കാതെ അവർ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യും. ഇന്നും നടക്കും, അത് ഇന്നും നടക്കും. അല്ലേ, ഏതൊരു സംഘടനക്കെതിരെയായിട്ടും നമുക്ക് ഒരു പേര് വെച്ചുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അന്ന് മറ്റൊരു സംഘടന ആലിമീങ്ങളുടെ പേരിലില്ലാത്തത് കൊണ്ട് ഇവർ ഈ ജമിയത്തുൽ ഉലമയുടെ പേര് വെച്ച് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വഞ്ചന കാട്ടിയതാണ് വഹാബികൾ, വഞ്ചന ചെയ്തതാണ്. എന്നിട്ട് അവർ പറയുന്നു അവർ യോഗത്തിൽ നിന്ന് ഒരു 3 ആൾ ഇറങ്ങിപ്പോയി എന്ന്. അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഇവരിതിങ്ങനെ കോടതിയിൽ കൊടുത്തപ്പോൾ പിന്നെ ആ ഒരു ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഒരു യോഗം വിളിക്കേണ്ട ആവശ്യമില്ല, അവരത് രജിസ്റ്റർ ചെയ്തു എന്ന് അവർ പറഞ്ഞു. ഞങ്ങളതാണെന്ന് അവർ അവകാശപ്പെട്ടു. കോടതിയിൽ അവർ റെക്കോർഡ് കൊടുത്തതാണ്. അതുകൊണ്ടാണ് മഹാനായ മർഹൂം അഹമ്മദ് കോയ ശാലിയാത്തിയുടെ അഭിപ്രായപ്രകാരം സമസ്ത എന്നുള്ള 4 അക്ഷരം കൂട്ടിക്കൊടുത്ത് അതിനെ ശുദ്ധിയാക്കി കൊണ്ടുവന്ന് ആലിമീങ്ങൾ പിന്നെ മുദാക്കരപ്പള്ളിയിൽ യോഗം ചേർന്ന് അതിന് ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് ആ പ്രവർത്തനം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ മുഴുവനും ഈ സമസ്തയിലാണുള്ളത്. കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ മുഴുവനും. അപ്പോൾ ചേളാരി സമസ്തയിലുള്ള പണ്ഡിതന്മാരൊന്നും തലയെടുപ്പുള്ളവരല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. അവർക്ക് തലയെടുപ്പില്ല, അവർക്ക് തലണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് മുന്നിൽ വേണ്ടതുപോലെ നിവർത്തി കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല.
എന്തേ കാരണം? അവരുടെ അനുയായികളിൽപ്പെട്ട ചില ആളുകളാണ് അത് നിയന്ത്രിക്കുന്നത്. ചേളാരി സമസ്തയുടെ നേതാക്കൾ ഉണ്ട്. ഇപ്പോൾ പ്രായം ഏറെയുള്ള AP മുഹമ്മദ് മുസ്ലിയാരെയും പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പണ്ഡിതൻ തന്നെയാണ്, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല അല്ലേ. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പ്രൊഫസറായി അവിടെ ജാമിയ നൂരിയിൽ വന്നതാണെങ്കിലും ഇപ്പോൾ ഷെയ്ഖുൽ ജാമിയ എന്ന പേരൊക്കെ കൊടുത്ത് അദ്ദേഹം പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണെന്ന് അവർ പറയുന്നുണ്ട്. ആവട്ടെ, നമുക്കതിന് വിരോധമില്ല. എന്നാൽ ഇവരാണ് തലപ്പത്തുള്ളതെങ്കിലും ഇവിടെ അങ്ങാടി കൂടെ ചെറിയും തോളിലിട്ട് നടക്കുന്ന ഈ പൂക്കോട്ടൂരും അമ്പലക്കടവും കൂടത്തായിയും ഓണംപിള്ളിയും ഗീണംപിള്ളിയൊക്കെയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തലയെടുപ്പുള്ള ഒരു നിലപാട് കാണിക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ആരെ മുന്നിലും കൊണ്ടേക്കാൻ പറ്റിയ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതുപോലെ ലോകം അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ KP ഹംസം മുസ്ലിയാർ, അതുപോലെ ചെറിയ ആലിക്കുഞ്ഞ് മുസ്ലിയാർ, ഇങ്ങനെ നമ്മളെ പണ്ഡിതന്മാരിൽ എണ്ണാൻ തുടങ്ങിയാൽ അത് ആരുടെ മുന്നിലും നമുക്ക് പണയം വെക്കാൻ പറ്റിയ കാര്യമാണ്. അത്ര തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ അവർ വിരാജിക്കുന്നുണ്ട്. ആ നേതൃത്വം അതിൻ്റെ തൻ്റേടത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആവശ്യമായ സമയങ്ങളിലൊക്കെ അവർ മുശാവറ അഥവാ ആലോചനാ യോഗം ചേർന്ന് അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അത് അപ്പോൾ നമ്മുടെ സംഘടനാ ചാനലിലൂടെ ഏതെങ്കിലും വാട്സപ്പിലൂടെയോ മറ്റോ അല്ല. വാട്സപ്പിൽ വരുന്നതൊന്നും മുഴുവനും ശരിയാണെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. വാട്സപ്പ് എന്നത് ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുവാനും ഛിദ്രതയുണ്ടാക്കുവാനും അസൂയാലുക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൽ 99%. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനയുടെ ഒരു തീരുമാനങ്ങളും ആധികാരികമായി വാട്സപ്പിൽ വിടലില്ല. അറിഞ്ഞ ആളുകൾ പിന്നെ അത് വാട്സപ്പിൽ വിടുകയും ഷെയർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയിക്കുന്നു. പക്ഷേ അത് ആധികാരിക അറിയിപ്പല്ല. ആധികാരിക അറിയിപ്പ് നമ്മളെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അത് യോഗം ചേർന്ന് തീരുമാനിച്ചാൽ നമുക്കൊരു സംഘടനാ ചാനലുണ്ട് അല്ലേ. സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പിന്നെ സോൺ കമ്മിറ്റി, പിന്നെ സർക്കിൾ കമ്മിറ്റി, യൂണിറ്റ് കമ്മിറ്റി, ഇങ്ങനെ അത് സ്റ്റേറ്റിൽ നിന്നും ജില്ലയിലേക്കും, ജില്ലയിൽ നിന്ന് സോണുകളിലേക്കും, സോണുകളിൽ നിന്ന് സർക്കിളിലേക്കും, സർക്കിളുകളിൽ നിന്ന് യൂണിറ്റുകളിലേക്കും അത് വരും. അത് വരുമ്പോൾ അതിന് ആധികാരികതയുണ്ടാകും. അത് നെഞ്ചിലേറ്റാൽ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ ഇവിടെ കാത്തിരിക്കുന്നു. അതാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും. മറ്റുള്ളവർക്കതില്ല. ഈ കൂടത്തായും കീടത്തായും ഒക്കെ മറ്റുള്ളവരെന്ന് പറഞ്ഞ് ഓലാരോടെങ്കിലും ഒന്നാണ് വിളിച്ചു പറഞ്ഞാൽ അത് തന്നെയാണ് വലുത്. അതുകൊണ്ടാണല്ലോ ഒരേ ദിവസം നടന്ന 2 മാർച്ച് അല്ലേ, മാർച്ച് മാസമല്ല പറഞ്ഞത്, കഴിഞ്ഞ മാസം നടന്നേ 2 മാർച്ച് നമ്മൾ വഖഫ് ബോർഡിൻ്റെ അതിൻ്റെ ഒരു ഓഫീസിലേക്ക് നമ്മൾ നടത്തി. അതിൻ്റെ 8-10 കിലോമീറ്റർ അപ്പുറത്ത് ജില്ലാ ഭരണകൂടത്തിലേക്ക്, കളക്ടറേറ്റിലേക്ക് അവരും നടത്തി, മാർച്ച് നടത്തി. ഇതൊക്കെ എല്ലാവരും കണ്ടു, പത്രക്കാർ കണ്ടു, പൊതുജനങ്ങൾ കണ്ടു, പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കണ്ടു, അനുകൂലികൾ കണ്ടു, എല്ലാവരും കണ്ടു. എന്തേ ഈ മഞ്ചേരിയിൽ നടന്ന മാർച്ച് 100% അല്ല 201% വിജയിച്ചു. ഒരൊറ്റ അഭ്യർത്ഥന അത് ജില്ലാ നേതൃത്വത്തിൽ നിന്നും വന്നപ്പോൾ ഈ ജില്ലയിലുള്ള ഏതാനും കുറഞ്ഞ ആളുകൾ മാത്രമാണ് മഞ്ചേരിയിൽ നിന്ന് കൂടാൻ കഴിഞ്ഞത്. മുഴുവൻ ആളുകളെയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രചരണം നടത്താൻ സമയമുണ്ടായിട്ടില്ല. പ്രചരണം അങ്ങനെ നടത്തിയിട്ടുമില്ല. അത് ഈ വാട്സപ്പിലൂടെയും ഫോൺ മെസ്സേജിലൂടെയും ഒക്കെ അറിയിച്ചു. നമുക്കിങ്ങനെ വഖഫ് ബോർഡിൻ്റെ റീജിയണൽ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താനുണ്ട്. 10 മണിയാകുമ്പോഴേക്ക് എല്ലാവരും കോഴിക്കോട് മലപ്പുറം റോഡിൽ അവിടെ ജില്ലാ ആശുപത്രിക്ക് അപ്പുറത്തുള്ള TV റോഡിൽ എല്ലാവരും സംഘടിക്കണമെന്നൊരു നിർദ്ദേശം. പോസ്റ്ററില്ല, മറ്റ് വാഹന പ്രചരണമില്ല, മറ്റൊന്നുമില്ല, ചെറിയൊരു നിർദ്ദേശം മാത്രം. ആ നിർദ്ദേശത്തിന് ജനങ്ങൾ കൂലം കുത്തിയൊഴുകി. ഒരു 2% ആളെ വന്നിട്ടുള്ളൂ. എന്നിട്ട് തന്നെ മഞ്ചേരി പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ
ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടാണ് ശാന്തസുന്ദരമായിരിക്കുന്ന ആ മാർച്ച് അവിടെ കോഴിക്കോട് മഞ്ചേരി റൂട്ടിലുള്ള ആ വഖഫ് ബോർഡിൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ പടിക്കലെത്തി 4 പോലീസുകാർ മാത്രമാണ്, ഒരു വണ്ടിയും ഒരു ജീപ്പ് അവിടെ നിയന്ത്രിക്കാനുണ്ടായിരുന്നു. അവരിങ്ങനെ കൈകൊണ്ട് സ്റ്റോപ്പ് കാണിച്ചു. അച്ചടക്കമുള്ള നേതാക്കൾ അണികൾ അവിടെ നിന്നു. എന്നിട്ട് നമ്മുടെ ആ പ്രതിഷേധം അവിടെ വെച്ച് കുറച്ച് മുദ്രാവാക്യത്തോടെ കേൾപ്പിച്ചു. എന്നിട്ട് സുന്നി യുവജന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് കക്കാടും അതുപോലെ സുന്നി മുസ്ലിം ജമാഅത്തിൻ്റെ ധീരശബ്ദം കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിയും ആവശ്യമായിരിക്കുന്ന താക്കീത് ആ വഖഫ് ബോർഡിലെ ഓഫീസിലെ ജീവനക്കാരടക്കം കേൾക്കുന്ന രൂപത്തിൽ, ഇവിടുത്തെ വാർത്താ മീഡിയകൾ കേൾക്കുന്ന രൂപത്തിൽ, ഇവിടുത്തെ ഭരണാധികാരികൾ കേൾക്കുന്ന രൂപത്തിൽ, പൊതുജനങ്ങൾ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഒരു പിക്കപ്പിൽ താൽക്കാലിക സ്റ്റേജ് വെച്ച് സ്പീക്കറിൽ അവിടെ ഉറക്കെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എല്ലാവരും അതിൽ അംഗീകരിച്ചു. ആ സമയം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് 10 മണിക്ക് സാധാരണ മാർച്ചൊക്കെ ഉണ്ടായാൽ അങ്ങനെയാണ്. ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പലരും ചെയ്യൽ ഓഫീസിലേക്ക് ആളുകളെ കയറ്റാതിരിക്കുക, തടസ്സം സൃഷ്ടിക്കുക, ഓഫീസ് കയ്യേറുക, അവിടെ നിയമപാലകരായി വന്ന പോലീസുകാരെ ദേഹോപദ്രവേൽപ്പിക്കുക, ഇതൊക്കെയാണ് പലരുടെയും മാർച്ച്. നമ്മളങ്ങനെയല്ല. ഒരു പോലീസുകാരൻ്റെ തലപൊട്ടി രക്തം വന്നിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഒരു പോലീസുകാരൻ്റെ ചീത്ത പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഓഫീസ് ജോലിക്ക് കയറുന്ന ആളുടെ പണി മുടക്കിയിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല. അതൊക്കെ വഴി പോലെ നടക്കട്ടെ. പക്ഷേ നമ്മുടെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഈ പോലീസുകാരറിയണം, അവിടെ ജോലിക്ക് പോകുന്നവരറിയണം, ഡിപ്പാർട്ട്മെൻ്റ് അറിയണം, ഇവിടുത്തെ ഭരണാധികാരികൾ അറിയണം, സാധാരണക്കാരും അറിയണം. അതാണ് യഥാർത്ഥ മാർച്ച്. അപ്പോൾ അത് ഓഫീസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നടത്തി. ഈ കൂട്ടർ എന്നാൽ അപ്പോഴൊന്നുമില്ല, നിങ്ങൾ 10 മണിക്ക് ചായയൊക്കെ കുടിച്ച് പല്ലൊക്കെ നിറച്ച് ഒരു 12 മണിയാകുമ്പോഴത്തേന് വന്നാൽ മതി എന്നും കൂടി പറഞ്ഞു. പക്ഷേ എന്തായിരുന്നു അവസ്ഥ? ഈ തലയെ വാല് നിയന്ത്രിക്കുന്നത് കൊണ്ട് അല്ലേ, ആ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ നേതാവ് അയാളുടെ അമ്പലക്കടവൻ്റെ ആ ഒരു പ്രസ്താവന, ഒരു ആഹ്വാനം എല്ലാവരും പല സോഷ്യൽ മീഡിയയിലും കേട്ടതല്ലേ. ഇവരിങ്ങനെ മഞ്ചേരി AP നടത്തുന്നുണ്ട്, അതുപോലെ എന്തുകൊണ്ടും ജനസാന്ദ്രത കൂടിയതായിരിക്കും അയാൾ തന്നെ പറയുന്നു. അത് ശരിയാണ്. ഞങ്ങൾക്ക് ആളുകളുണ്ട്, നേതാക്കൾ പറഞ്ഞ ആൾ കേൾക്കുന്ന അണികളുണ്ട്. അതുകൊണ്ട് ഓരോ യൂണിറ്റിനും വാഹനത്തിലും വിമാനത്തിലും കപ്പലിലും പോത്തും വണ്ടിയിലും എല്ലാത്തിലും വന്നിട്ട് അവിടെ അങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ആക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായിരുന്നു സ്ഥിതി? 200 ആളെ തേക്കാൻ അവർക്ക് കഴിഞ്ഞോ? 200 ആളെ. അതാണ് 2 സമസ്തൻ്റെയും വ്യത്യാസം. സമസ്ത എന്തിന് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഇത് നമ്മളെ സമസ്ത നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടില്ല അല്ലേ, ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയും ആഹ്വാനം ചെയ്തിട്ടില്ല. നമ്മുടെ ജില്ലാ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ കോടൂർ അവരൊരു ഫോൺ മെസ്സേജ് മാത്രമേ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളൂ. ആ തന്ന മെസ്സേജ് അടിസ്ഥാനത്തിൽ ഞങ്ങളിങ്ങനെ അപ്പുറം ഇപ്പുറം കാണുന്ന 4 ആളോട് ചെവിയിൽ പറഞ്ഞിട്ട് മഞ്ചേരി പട്ടണത്തെ പിടിച്ചു കൊൽക്കാൻ മാത്രം ആളുകളെ അവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, മഹാനായ ഖമറുൽ നിർദ്ദേശമാണെങ്കിൽ മഞ്ചേരി പട്ടണം അന്ന് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോകും. ഒരു വാഹനത്തിനും ഓടാൻ കഴിയാതെ വരും, ഒരു കച്ചവടക്കാർക്കും കച്ചവടം ചെയ്യാൻ കഴിയാതെ വരും ജനബാഹുല്യം കൊണ്ട്. അതൊന്നും ഉണ്ടായിട്ടില്ല. താഴേക്കിടയിൽ നിന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടായപ്പോൾ ഇത്രയധികം ജനബാഹുല്യം കൂടിയത് സമസ്ത ഏതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. മറുഭാഗത്തോ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴതുപോലെ കുറച്ച് ആളുകൾ അവരിങ്ങനെ മയ്യത്തിൻ്റെ പരിന്ന് വരുന്നത് പോലെയുള്ള ശോകമുഖമായ അന്തരീക്ഷം. എന്നിട്ട് കളക്ടർ ഓഫീസിനവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ സാധാരണ പല ഒപ്പ് വാങ്ങാനും അവിടെ മറ്റാവശ്യങ്ങൾക്കൊക്കെ കളക്ടർ ഓഫീസിൽ 1000കണക്കിന് ആൾ കയറി ഇറങ്ങുന്നുണ്ട്. ആ കവാടം എപ്പോഴും ജനനിബിഡമാണ്. അവിടെ വില ചെന്ന് നോക്കുമ്പോൾ കടലിൽ കായം കലക്കിയതുപോലെ. കായം എന്ന് പറഞ്ഞാൽ ഒരു കയ്പുള്ള സാധനമാണ്. അതൊരു ഗ്ലാസ് വെള്ളത്തിൽ അല്പട്ടാൽ തന്നെ കുടിക്കാൻ കഴിയില്ല, അത്ര കയ്പാണ് ഇത്. അതൊരു എളുപ്പം കൊണ്ടുപോയി കടലിൽ കലക്കിയാൽ കടലിൻ്റെ ഉപ്പ് രസത്തിന് വല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇവരെ മാർച്ച് മലപ്പുറത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്നാക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? എന്തേ കാരണം? തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഉണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരെ നിയന്ത്രിക്കുന്നത് ഈ അങ്ങാടിയിൽ നടക്കുന്ന കവലപ്രാസംഗികരായ അസ്ഥാനത്തും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഈ അമ്പലക്കടവന്മാരും പൂക്കോട്ടൂരുമാരും ഈ ഓണംപള്ളിമാരും കൂടത്തായിക്കാരും ഒക്കെയാണ്. അതാണ് അവർക്ക് പറ്റിയ തകരാറ്. നമ്മുടേത് അങ്ങനെയല്ല.
മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരാൽ നയിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭരണാധികാരികളും, ഇന്ത്യൻ ഭരണാധികാരി മോഡിയാവട്ടെ, കേരളം ഭരിക്കുന്ന പിണറായി ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഭരിക്കുന്ന കർണാടകത്തിലോ അല്ലെങ്കിൽ ബീഹാറിലോ എവിടെയായിരുന്നാലും അവിടെയുള്ള ഏത് ഭരണാധികാരികളും നമ്മുടെ സമസ്തയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അത് ഉറ്റുനോക്കുന്നു, അവരതിന് വേണ്ട ഒത്താശകൾ ചെയ്യുന്നു, അവർ ഈ മഹാനായ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലായതല്ലേ? ഒന്നുകൂടി പരിശോധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരാശയവും ആദർശവും മറുഭാഗത്തിലില്ല എന്നതാണല്ലോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവരെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ഇന്ന് നമ്മളെ കേരള മുഖ്യമന്ത്രിയുടെ അടുക്കെ അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. നാം അതിനെ സ്വാഗതം ചെയ്യാം. കാരണം പോകണം, പറയണം, കാണണം, അല്ലേ? അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ ആരാ പോയത്? ഒരു പ്രൊഫസർ ആലിക്കുട്ടി പോലെയാർ മാത്രം. അതിൻ്റെ കൂടെ പിന്നെ ആരാളുള്ളത് പോലെ ഏറ്റവും വലിയ അഖില ലോക നേതാവ് സമദ് പൂക്കോട്ടൂർ. ഇത്രയല്ലേ ഉള്ളൂ. പോലെ സമസ്തന്റെ നേതാക്കളാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ അവർ തെരഞ്ഞെടുത്ത അതിൻ്റെ പ്രസിഡന്റിനെയെങ്കിലും ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഇവരെ നിയന്ത്രിക്കണ ഈ പൂക്കോട്ടൂർ നിങ്ങൾ പോരി, ഞാനും നിങ്ങളും ഉണ്ടായാൽ മതി. ഇത് പൂക്കോട്ടൂരിൻ്റെ അഭിപ്രായമാണ് ആലിക്കുട്ടിയിലേരോട്. നിങ്ങൾ പോരി ആലിക്കുട്ടിയിലേറെ, വേറെ ആരും വേണ്ട, ഞാനും നിങ്ങളും തന്നെ മതി. എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ ഇതുവരെ ഓലെന്താ പിണറായിനെ പറഞ്ഞിരുന്നത്? പിണറായി ഫാത്തിഹ സൂറത്ത് ഓതാത്ത ആളാണ്, അല്ലേ? ഇവർ ലീഗിൻ്റെ മൊത്തം പറഞ്ഞപ്പോഴേ ഓല മൗലിയാർ പ്രസംഗിച്ചതല്ലേ? ഫാത്തിഹ സൂറത്ത് ഓതുന്ന ആളാണ് ലീഗിനെ നിയന്ത്രിക്കുന്നത്. മറ്റ് കമ്മ്യൂണിസ്റ്റുകാരന് എന്തായാലും പറ്റൂല, ഒരു ഫാത്തിഹ സൂറത്ത് ഓതണില്ലല്ലോ. നമ്മളതിന് മറുപടി പറഞ്ഞിരുന്നു, പിണറായി ഫാത്തിഹ സൂറത്ത് ഓതണ്ട, ഓ മുഖ്യമന്ത്രിയായിട്ട് ഒരു പാലം പാസ്സാക്കിയാൽ ആ പാലത്തുമ്പോൾ കൂടെ പോണ ആൾ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ മതി, പാസ്സാക്കുന്ന ആൾ ഓതണമെന്നില്ല, അല്ലേ? അങ്ങനെയൊക്കെ ഇകഴ്ത്തുകയും മതപരമായി അവർ ബഹിഷ്കരിക്കപ്പെടേണ്ട ആളുകളാണെന്ന് നാഴികക്ക് 40 വട്ടം ഉരുവിടുകയും ചെയ്തിരുന്ന ഇവർ പിണറായിൻ്റെ അടുത്ത് പോയിരിക്കണ കോലം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതല്ലേ? എങ്കിൽ ആധികാരിക സംഘടന ഏതെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ, അല്ലേ, ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും അതുപോലുള്ള നേതാക്കളും പിണറായി ഇടയ്ക്ക് നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. രണ്ടിൻ്റെയും കോലമൊന്ന് മനസ്സിലാക്കിയാൽ ഏതാണ് ആധികാരികതയുള്ളത് എന്ന് ഭക്ഷണം കഴിക്കുന്ന, അല്ലേ, ചോറ് തിന്നുന്ന തലയിൽ തലച്ചോറുള്ള ആളുകൾക്ക്, ചകിരിച്ചോറായിട്ട് കാര്യമല്ല, ആളുകൾക്കൊക്കെ മനസ്സിലാകും. ഇത് നമ്മൾ തോനെ ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമില്ല. ഏതാണ് സമസ്ത, എന്തിനാണ് സമസ്ത? നമ്മളവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ പറയും ചെയ്തിട്ടുണ്ട്. അത് കാന്തപുരം ഉസ്താദിന് ഏതെങ്കിലും വയൽ മണ്ണിട്ട് നടത്താനല്ല പോയത്, ഖലീൽ തങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് അനധികൃത കെട്ടിടമുണ്ടാക്കാനല്ല, മറ്റുള്ളവർക്ക് റിയൽ എസ്റ്റേറ്റ് നടത്താനല്ല. ഈ സമുദായത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, ഈ നാട്ടുകാരുടെ, അല്ലേ, നാട്ടുകാരെന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ ജാതി ആളുകളും പെടും, ചേളാരികളും പെടും, വഹാബികളും പെടും, അല്ലേ? മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അവർക്കൊക്കെ ഗുണകരമായിരിക്കുന്ന കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി ആലിമീങ്ങൾ അത് 1-2 വട്ടം ഇരുന്ന് വായിച്ച് ആലോചിച്ച് അങ്ങനെ ആരുടെ മുന്നിൽ കൊടുത്താലും ഒരു ഹർഫ് പോലും വെട്ടിമാറ്റാൻ ഇല്ലാത്ത രൂപത്തിൽ അത്രമാത്രം പ്രസക്തമായ, അല്ലേ, മുഖ്യമന്ത്രി പോലും ഇങ്ങനത്തെ നിർദ്ദേശം കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്നാ. കാരണം അദ്ദേഹം ഒരു രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. എല്ലാ കാര്യവും അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചോളണമെന്നില്ല. അതിനാണ് ഉത്തരവാദപ്പെട്ട സംഘടനകളും നേതാക്കളോട് പ്രവർത്തിക്കുന്നത്. അതവരെ ആധികാരികമായി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തൻ്റെ ഇടമുള്ള, ബുദ്ധിയുള്ള, രാജ്യം ഭരിക്കണമെന്ന് ഉദ്ദേശമുള്ള മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോൾ അവരത് അംഗീകരിക്കും. ആ അംഗീകരിച്ചത് അവർ നടപ്പിൽ വരുത്താൻ നോക്കും. കഴിഞ്ഞുപോയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വഹാബി പരിശകൾ
രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞിവിടെ പ്രവർത്തിച്ചിട്ട് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നുഴഞ്ഞു കയറി ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളെയും ആ നേതാക്കൾ പുറത്തുയർത്തുന്ന സ്ഥാപനങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും അതിന് കിട്ടേണ്ട ചില അംഗീകാരങ്ങൾ അത് തടസ്സപ്പെടുത്തുവാനും ഈ രാഷ്ട്രീയ കുബുദ്ധികൾ അവരുടെ ആ ഏറ്റവും മോശമായിരിക്കുന്ന സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതും അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ വളരെ മനം നൊന്നുകൊണ്ടായിരുന്നു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും നേതാക്കളും കഴിഞ്ഞുകൂടിയിരുന്നത്. എങ്ങനെയെങ്കിലും ഈ സമയം ഒന്നിങ്ങോട്ട് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാഹ് നമുക്ക് പരിശോധിക്കാം അല്ലേ. അങ്ങനെ അവർ തീരുമാനിച്ചു. ആ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇവിടെ ലീഗില്ലാത്ത ഒരു ഭരണം വരണമെന്നായിരുന്നു. ഇവിടെ കോൺഗ്രസ് ഭരിക്കണ്ട എന്നുള്ള അഭിപ്രായം നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ വാല് കൊണ്ടുപോയി ഈ ചേളാരി ലീഗിന്റെ വഹാബി ലീഗിന്റെ അമ്മിന്റെ ചോട്ടിൽ അത് അമർത്തി വെച്ചതിന്റെ പേരിൽ ഈ കോൺഗ്രസ്സുകാർക്ക് തൻ്റെ ഇടം കുറഞ്ഞുപോയി. അതുകൊണ്ട് ഈ ഉണങ്ങിയത് കത്തിയപ്പോൾ അതിൻ്റെ കൂടെ പച്ചയും കത്തിപ്പോയതാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇത്ര നഷ്ടം വരില്ലായിരുന്നു. അവരത് മനസ്സിലാക്കിയില്ല. ഇനി മനസ്സിലാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, കരുതുന്നു. ഏതോ ആവട്ടെ, ഒരു കരുതാണെങ്കിൽ കരുതിക്കോട്ടെ, കരുതലേ കരുതണ്ട. നമുക്കിവിടെ പ്രവർത്തിക്കുവാനും നമുക്കിവിടെ കാര്യങ്ങൾ നേടുവാനും സുസംഘടിതമായ വളരെ പ്രബലമായിരിക്കുന്ന നമ്മുടെ സംഘടന അക്ഷരാർത്ഥത്തിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. അതിനെ കടിഞ്ഞാണിടാൻ ഇനി ഒരു ശക്തിക്കും ഈ നാട്ടിൽ സാധ്യമല്ല. അത്രമാത്രം ശക്തമായി നമ്മുടെ സംഘടന വേരോട്ടം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതാക്കൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. അത് മുഖ്യമന്ത്രി ഭവ്യതയോടുകൂടി അത് കേട്ടിരുന്നു. മറ്റോലിങ്ങനെ സന്ധ്യമൊക്കുള്ളത് പോലെയാണോ അത് ഇരുത്തം കണ്ടാൽ തന്നെ തിരിയത്. ആലിക്കുട്ടി മൂലയാരും ഈ അനൗൺസറും ഇരിക്കുന്ന ഇരുത്തം കണ്ടു നോക്കുങ്ങൾ. അയാൾക്ക് തന്നെ പേടിയുണ്ട്. ഞാൻ അദ്ദേഹം ഒപ്പിട്ടിങ്ങാണ്ട് പണിയെടുക്കാണ്ട് മുങ്ങുന്ന ആളായിരുന്നു. അതൊക്കെ പറഞ്ഞ് പിണറായി കെട്ടിവലിച്ച് കൊണ്ടുവരുമോ? അപ്പം അതിന് മുമ്പൊന്ന് പോയി ലോകം പറഞ്ഞ് സോപ്പിട്ട് ഞാനിട്ടോ ആ സമത് പൂക്കോട്ടൂര് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇനി ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കോളാം, മണി ഞായറാഴ്ചയും പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് സാക്ഷിയായിട്ട് ആലിക്കുട്ടി വലിയ കൊടുത്തിട്ടുണ്ടാവും ആണെങ്കിൽ അല്ലേ, അതുണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ മുട്ടുപറച്ച് തിരിച്ചു പോരാ ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ ആധികാരിക മതസംഘടനയാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ കീഴകങ്ങളായ മുസ്ലിം ജമാഅത്ത്, സുന്നി യുവജന സംഘം, SSF പോലെയുള്ള ഈ സംഘടനകൾ അങ്ങനെയല്ല. അതിൻ്റെ നേതാക്കന്മാർ ഒരു കാര്യം തീരുമാനിച്ച് അതിന് ഡിപ്പാർട്ട്മെൻറ്റിനോടോ ഭരണാധികാരികളോടോ പറഞ്ഞാൽ അവർക്കത് ചെവിക്കൊള്ളാതിരിക്കാൻ സാധ്യമല്ല. ആ രൂപത്തിലാണ് അതിന് പോക്കും നീക്കുമൊക്കെ. അപ്പോൾ ഇവരത് നിയന്ത്രിക്കുന്നത് ആരാണ് എന്നതിന് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അല്ലേ, അവരാരാ പോകേണ്ടിയിരുന്നത്? ഇപ്പോൾ ഒരു തെരഞ്ഞെടുത്ത പ്രസിഡന്റും പിന്നെ നമ്മളെ പ്രസിഡന്റാകാനും സെക്രട്ടറി ആകാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ബാപ്പുലിയാരും സെക്രട്ടറി ആയ ആലിക്കുട്ടി വലിയാരും അല്ലേ, അവരൊക്കെ അല്ലേ പോകേണ്ടത്? എന്തുകൊണ്ട് ഈ ബാപ്പുലിയാരൊന്നും അവിടെ കണ്ടില്ല? ഒരു കൂട്ടിയിട്ടുണ്ടാവില്ല. ബാപ്പുലിയാർ പോയിട്ട് കണ്ട വേറൊരു മൂലിയാരും കൂടിയും ഉണ്ട് എന്ന് മനസ്സിലാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ബാപ്പുലിയാരെ കൂട്ടാതിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവർ പറഞ്ഞതല്ല. എന്തായിരുന്നാലും ആധികാരികമായി ഒരു ഭരണാധികാരികളെ സമീപിക്കാൻ മറുഭാഗത്ത് ആളില്ല എന്നത് ഒരു വസ്തുതയാണ്, അതൊരു സത്യമാണ് എന്ന് ഇവർ ഈ പോക്ക് കൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന അത് റഈസുൽ ഉലമയും ഖമറുൽ ഉലമയും നേതൃത്വം നൽകുന്ന സമസ്ത തന്നെയാണ്. അവർ താൽക്കാലികമായി അവർക്ക് കിട്ടിയ ഒരു ചെറിയ സ്റ്റാറ്റസ് കോ എന്ന ആ ഒരു പദത്തിൻ്റെ പേരിൽ മാത്രമാണ് അവരിവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് കേസ് കഴിഞ്ഞ് തീർന്നാൽ ഇൻഷാ അല്ലാഹ് ഓൾക്ക് വേറെ ഏതെങ്കിലും പേരും പറഞ്ഞ് ഇവിടെ നടക്കേണ്ടി വരും. അതെന്തോലും നടന്നോട്ടെ. അതുകൊണ്ട് എവിടെ ആധികാരികത ഉണ്ടെങ്കിലും ആധികാരികമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാൻ അർഹതയുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. അത് വഹാബികൾ കട്ടെടുത്തു കൊണ്ടുപോയ കേരള ജംഇയ്യത്തുൽ ഉലമ അതിങ്ങനെ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ട് ഇന്ന് അവിടെ ഉണ്ടെങ്കിൽ തന്നെ
ഇവിടെ ജനങ്ങളിടയിൽ അറിയപ്പെടുന്ന ഒരു സംഘടന അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ജനങ്ങൾ അറിയപ്പെടുന്ന നേതാക്കൾ ബഹുമാനപ്പെട്ട ഈസുൽ ഉലമയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും അതുപോലെയുള്ള മഹാന്മാരായ നേതാക്കളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളൊക്കെ തയ്യാറാകണമെന്നറിയിച്ച് ഇന്നത്തെ ക്ലാസ് ഒരു 3 ക്ലിപ്പോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 10-40 മിനിറ്റ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് മറ്റു ചില കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സമയമില്ലാത്തതിൻ്റെ പേരിലാണ്. ബാക്കി നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം. ദുആ വസിയ്യത്തോടെ എനിക്കും കുടുംബത്തിനും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.